ആദ്യം ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിവരത്തിലേക്കാണ്. മദ്യനയ അഴിമതി കേസിൽ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ ഹർജിയിൽ സുപ്രീം കോടതിയിൽ ഇന്നത്തെ വാദം പൂർത്തിയായിരിക്കുന്നു. മറ്റന്നാൾ കേസ് വീണ്ടും പരിഗണിക്കും. കെജ്രിവാളിന്റെ ഇടക്കാല ജാമ്യത്തെ കേന്ദ്ര സർക്കാർ ശക്തമായി എതിർത്തു. പദവി മാനിച്ച് ജാമ്യം നൽകിയാൽ അത് തുല്യതയ്ക്ക് വിരുദ്ധമാകുമെന്ന് സോളിസിറ്റർ ജനറലും വാദിച്ചു. അന്വേഷണം നീണ്ടുപോകുന്നതിൽ ഇഡിക്കെതിരെ ശക്തമായ വിമർശനമാണ് സുപ്രീം കോടതി ഉന്നയിച്ചത്. ആർ രാധാകൃഷ്ണൻ ചേരുന്നുണ്ട് വിവരങ്ങളുമായി. ആർക്കെ, സുപ്രീം കോടതിയിൽ ഇക്കാര്യത്തിൽ വലിയ വാദപ്രതിവാദങ്ങൾ നടക്കുന്നു. അതിൽ ഏറ്റവും പ്രധാനമായത് ഈ ഇടക്കാല ജാമ്യം. അത് ഈ തെരഞ്ഞെടുപ്പിന്റെ ഒരു പശ്ചാത്തലത്തിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണം ആവശ്യമാണ്. അതിന് മുഖ്യമന്ത്രി കേജ്രിവാളിന് അവിടേക്ക് എത്തേണ്ടതുണ്ട് എന്നുള്ള രീതിയിലൊക്കെ വന്നെങ്കിലും പക്ഷേ ഇപ്പോൾ അത് വന്നിരിക്കുന്നത് ആ രീതിയിൽ അങ്ങനെ ഒരു ജാമ്യം ലഭിച്ചാൽ പോലും മുഖ്യമന്ത്രി പദവിയിലേക്ക് എത്താൻ കഴിയില്ല കേജ്രിവാളിന് എന്നുള്ള രീതിയിൽ തന്നെ. രണ്ട് കാര്യങ്ങളാണ് പ്രധാനമായിട്ടും കെജ്രിവാൾ ഉന്നയിച്ചത്. അത് ഈ കേസ് രജിസ്റ്റർ ചെയ്യപ്പെടുകയും അന്വേഷണം ആരംഭിക്കുകയും ചെയ്തിട്ട് ഏതാണ്ട് 2 വർഷമായി. താൻ അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടും ഏതാണ്ട് മാസമാകുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. തെളിവുകൾ എവിടെ എന്ന് ഈ ഘട്ടത്തിൽ ചോദിക്കുമ്പോഴും ആ തെളിവുകൾ എന്താണെന്ന് വ്യക്തമാക്കാതെ അന്വേഷണ ഏജൻസി അറസ്റ്റിനെ ന്യായീകരിക്കാൻ ശ്രമിക്കുന്നു. ഇത് മൗലിക അവകാശങ്ങളുടെ ലംഘനമാണ് എന്ന വാദമാണ് ആദ്യമായിട്ട് അദ്ദേഹം ഉന്നയിച്ചത്. PMLA ആക്ടിലെ സെക്ഷൻ 19 അറസ്റ്റിന് ഈ ഏജൻസിക്ക് അധികാരം നൽകുന്നത്, അന്വേഷണ ഉദ്യോഗസ്ഥന് അധികാരം നൽകുന്നത്. അന്വേഷണ ഉദ്യോഗസ്ഥൻ വിവേചനത്തോടെ ഈ സെക്ഷനുകളിലെ വകുപ്പുകൾ പരിഗണിച്ചു വേണം അറസ്റ്റ് നടപടികളിലേക്ക് കടക്കാൻ. പക്ഷേ ആ അറസ്റ്റ് നടപടി, അദ്ദേഹം ചെയ്ത അറസ്റ്റ് നടപടി അത് കൃത്യമായിട്ട് ഈ വ്യവസ്ഥകൾ പാലിച്ചുകൊണ്ടല്ല എന്ന് വാദം അരവിന്ദ് കെജ്രിവാളിന് വേണ്ടി ഹാജരായ അഭിഭാഷകൻ അഭിഷേക് സിംഗ്വി കോടതിയിൽ ഉന്നയിച്ചു. ഈ 2 വാദങ്ങളും മുഖവിലേക്ക് എടുത്തുകൊണ്ടായിരുന്നു ഇഡിയോടുള്ള സുപ്രീം കോടതിയുടെ ചോദ്യം. ആദ്യ ചോദ്യത്തിൽ സുപ്രീം കോടതി പറഞ്ഞത് പല പ്രതികളും ജാമ്യാപേക്ഷ സമർപ്പിക്കുമ്പോൾ ഈ കേസുമായി ബന്ധപ്പെട്ട് തങ്ങൾക്ക് ഓർമ്മയുള്ളത് തെളിവുകൾ ഇപ്പോൾ വരും, തെളിവുകൾ ലഭിച്ചു കഴിഞ്ഞു എന്ന മറുപടിയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ കേസിലും ആ ന്യായം തന്നെയാണ് ഇഡി പറയുന്നത്. പുതിയ തെളിവുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഹാജരാക്കണം, അല്ലെങ്കിൽ ഇതുവരെ ലഭിച്ച തെളിവുകൾ എന്തൊക്കെയാണ് എന്നതിനെ സംബന്ധിച്ച് വിശദമായിട്ടുള്ള വിവരം നൽകാൻ ഇഡി തയ്യാറാകണം എന്നുള്ളതാണ്. ഏതെങ്കിലും മൊഴിയുണ്ട് എന്ന് പറഞ്ഞ് ഒരാളെ വർഷങ്ങളോളം ജയിലിനുള്ളിൽ പാർപ്പിക്കാൻ നടത്തുന്ന ശ്രമം അത് അംഗീകരിക്കാൻ സാധിക്കുന്നതല്ല എന്ന് കോടതി പറഞ്ഞു. മാത്രമല്ല PMLA ആക്ടിലെ സെക്ഷൻ 19 വളരെ കൃത്യമായിട്ട് ഏത് സാഹചര്യത്തിലാണ് അറസ്റ്റ് വേണ്ടി വരുന്നത് എന്നതിനെക്കുറിച്ച് വിവരിക്കുന്നുണ്ട്. അങ്ങനെയുള്ള ഒരു സാഹചര്യം ഇവിടെ ഉണ്ടോ എന്ന് വ്യക്തമാകണമെങ്കിലും കേസ് ഡയറി അടക്കം കാണണം എന്നാണ് കോടതി വ്യക്തമാക്കിയത്. ആ വാദങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇത് ഇഡിക്ക് സാധിക്കുന്നില്ല എങ്കിൽ ഇടക്കാല ജാമ്യം എന്ന ആവശ്യത്തിലേക്ക് പോകാൻ തങ്ങൾക്ക് സാധിക്കുന്നു. അർണാബ് ഗോസ്വാമി കേസിൽ ഉള്ള വിധി മുൻനിർത്തിയാണ് കോടതി ഇത് പറഞ്ഞത്. ഒരു കേസിൽ അന്തിമമായിട്ടുള്ള വിധി ഉണ്ടായിട്ടില്ലെങ്കിൽ ഇടക്കാല ഉത്തരവ് പുറപ്പെടുവിക്കേണ്ടത് അനിവാര്യമാണ് എന്ന് സുപ്രീം കോടതി ചൂണ്ടിക്കാട്ടി. ഇതിനെ തൊട്ടടുത്ത സമയം സോളിസിറ്റർ ജനറൽ എത്തി ശക്തമായിട്ട് എതിർക്കുന്ന കാഴ്ചയാണ് കാണാൻ സാധിച്ചത്. ഈ വാദങ്ങളെല്ലാം പരിഗണിച്ചുകൊണ്ടാണ് തുടർന്ന് നടപടികൾക്ക് വേണ്ടിയിട്ട് വ്യാഴാഴ്ചത്തേക്ക് ഈ കേസ് ഇപ്പോൾ മാറ്റിവെച്ചിരിക്കുന്നത്. ഇന്ന് ഇടക്കാല ജാമ്യം നൽകാനായിട്ടുള്ള നിർദ്ദേശമുണ്ടായെങ്കിലും അത് പിന്നീട് സുപ്രീം കോടതി അതിൽ മറ്റ് ഉത്തരവുകളൊന്നും പുറപ്പെടുവിച്ചില്ല. ശരി, കേസിൽ ഇന്നിപ്പോൾ വാദം പൂർത്തിയാകുമ്പോൾ ഇടക്കാല ഉത്തരവ് എത്തിയിട്ടില്ല. മറ്റന്നാളാണ് കേസ് വീണ്ടും പരിഗണിക്കുക. ആർ രാധാകൃഷ്ണനാണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.